ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് എസെക്കിയേൽ 4-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശമാണ്. നിന്നെ ദൈവം കൂച്ചിക്കെട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? എസെക്കിയേൽ പ്രവാചകനെ കയറുകൊണ്ട് ദൈവം കൂച്ചിക്കെട്ടുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള കിടപ്പായിരുന്നു. സൈഡിലേക്കും ചെരിയാൻ മേല, നേരെ കിടന്ന് സീലിംഗ് കണ്ട് കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരാൾ കാണാൻ വന്നു. പ്രാർത്ഥനക്കാരനാണ്, നല്ല ആത്മീയതയുള്ള ഒരു മനുഷ്യൻ, ബൈബിൾ വായിച്ചിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം എന്നെ കണ്ട് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, കാരണം എനിക്ക് കൈയുടെ വേദന കാരണം ഇടത്തോട്ട് ചെരിയാൻ മേല, കാലിൻ്റെ വേദന കാരണം വലത്തോട്ട് ചെരിയാൻ മേല, അങ്ങനെ നേരെ കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അച്ഛാ വിഷമിക്കണ്ട, എസെക്കിയേൽ 4-ാം അധ്യായം അച്ഛനിലൂടെ അന്വർത്ഥമാകുന്നതാണ്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയത്തില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പിന്നീട് ഞാൻ എസെക്കിയേൽ 4-ാം അധ്യായം അത് മുഴുവൻ വായിച്ചു. ഇനി അതിനകത്ത് പ്രവാചകന് ദൈവം നൽകിയ ഒരു സന്ദേശം, അത് വലിയൊരു ഗുണപാഠം നമുക്ക് നൽകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മളാരും കൂച്ചിക്കെട്ടിയിട്ട പോലെ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നുമല്ല. ഇനി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നടക്കണമെന്നുണ്ട്, നടക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ആക്സിഡൻറ്റോട് കൂടി തല തോർത്തണമെങ്കിൽ സാധാരണ 2 കൈയും പൊക്കി തോർത്തുന്നിടത്ത് അത് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വലത്തെ കൈ കൊണ്ട് മാത്രം തോർത്തണം. ഇനി അങ്ങനെ ഇടത്തെ കൈക്ക് ഈ ഒരു പരിക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ കൈ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കേണ്ടായി. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ റെസ്ട്രിക്ഷൻസ് എത്രമാത്രം, നമ്മുടെ പരിമിതികൾ എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ വെളിച്ചത്തിൽ ഈ അധ്യായം വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഉപരോധം ഏർപ്പെടുത്തി അത് ചില പ്രതീകങ്ങളിലൂടെ കർത്താവ് പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന്, യൂദാഭവനത്തിന് ഒരു സന്ദേശം കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു ഇഷ്ടിക എടുക്കുക, എന്നിട്ട് ജെറൂസലേമിൻ്റെ പടം അതിൽ വരയ്ക്കുക. പിന്നെ കുറേയേറെ കാര്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതെല്ലാം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നീ നിവർന്ന് നിൽക്കുക. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളോട് ദൈവം ചെയ്യാനിരിക്കുന്ന കാര്യം ഇതാ, നിങ്ങൾക്കായി ദൈവം ഉപരോധം ഏർപ്പെടുത്തുന്നു. ആ ഒരു കാര്യമാണ് ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുക. അതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് പറയാണ്, ആദ്യം നീ ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം. അങ്ങനെ നീ ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ നിൻ്റെ മേൽ ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരമെല്ലാം കൊണ്ടുവരും. അത് ഞാൻ നിന്നെ ഏൽപ്പിക്കും. നീ ആ രീതിയിൽ കിടക്കണം. ഇത് 1-2 ദിവസമല്ല, ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മടുപ്പ് എനിക്കറിയാം. ഇവിടെ എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞത് 1-2 ദിവസത്തെ കാര്യമല്ല, 390 ദിവസം ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം. ഇനി അവൻ നേരെ കിടക്കാതെ വലത്തോട്ട് ചെരിയാതിരിക്കാൻ വേണ്ടി കയറുകൊണ്ട് കെട്ടിയിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ കൂച്ചിക്കെട്ടി ആ രീതിയിൽ കിടത്തി. അങ്ങനെ 390 ദിവസം ആ ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരം ഏറ്റെടുത്ത് അങ്ങനെ കിടക്കുന്ന പ്രവാചകനെ കാണാൻ പറ്റും. അതിനുശേഷം നീ വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, യൂദാഭവനത്തിൻ്റെ പാപഭാരം ഞാൻ നിൻ്റെ മേൽ ചുമത്തും. അത് 1 വർഷത്തിന് 1 ദിവസം. അങ്ങനെ 40 ദിവസം നീ വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം. അത് നിന്നെ ഞാൻ കൂച്ചിക്കെട്ടിയിരിക്കും. നിനക്ക് തിരിയാനോ മറിയാനോ പറ്റാത്ത വിധം കൂച്ചിക്കെട്ടി നിന്നെ കടത്തും. അങ്ങനെ കിടന്ന് ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരമേറ്റെടുത്ത, യൂദാഭവനത്തിൻ്റെ പാപഭാരമേറ്റെടുത്ത എസെക്കിയേൽ പ്രവാചകനെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ മുൻ തലമുറയുടെ പാപഭാരം അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും, ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാൻ നമുക്ക് സാധിക്കും. പുറപ്പാട് പുസ്തകം 32:30 വായിച്ചാൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്ന മോശയെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് നോക്കിയാൽ അവളുടെ മോഹങ്ങളെല്ലാം തല്ലി തകർത്ത് ഏതാണ്ട് അവളെ കൂച്ചിക്കെട്ടിയതുപോലത്തെ ഒരു രംഗം, അവളുടെ പ്ലാനും പദ്ധതിയും തകർത്തിട്ട് പറഞ്ഞു, എൻ്റെ പദ്ധതി നീ അംഗീകരിക്കുക, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കണം. അത് മാനവരാശിക്ക് വലിയ അനുഗ്രഹമായി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓസിയ പ്രവാചകനോട് ദൈവം ചെയ്തത് എന്താ? അവന് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടാതിരുന്നെങ്കിലും അവനോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കണം, അതും ഒരു വേശ്യ വിവാഹം കഴിക്കണം. അങ്ങനെ അവൻ്റെ പ്ലാനുകൾ, പദ്ധതികളെല്ലാം തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അവനിൽ നിറവേറ്റുന്നത് കാണാൻ പറ്റും. അവനെ ഏതാണ്ട് കൂച്ചിക്കെട്ടിയിട്ട
ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഹോസിയായുടെ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വ്യക്തി പൗലോസ്ലിയ. അവൻ്റെ മോഹങ്ങളെല്ലാം തകർത്തുകൊണ്ട് പിന്നീട് നമ്മൾ കാണുകയാണ് സാവൂളിനെ പൗലോസാക്കി അവൻ്റെ ശരീരം ഇടിച്ചു പൊളിക്കാൻ അവൻ വിട്ടുകൊടുക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. സഭയ്ക്ക് വേണ്ടി, സഭയെ പണിതുയർത്താൻ വേണ്ടി. വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ കുറിച്ച് വീട്ടുകാർക്ക് വൻ പദ്ധതിയായിരുന്നു. അവനെ ഒരു സെനറ്ററാക്കണം, അവൻ നല്ല ശമ്പളം വാങ്ങിക്കണം, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ആഗ്രഹം ഒരു വൈദികനാകണം, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ വളരെ പാടായിരുന്നു. പക്ഷേ അവരുടെ പ്ലാനുകളെല്ലാം തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അവനിൽ നിറവേറ്റുന്നത് അത് അനേകർക്ക് ഗുണമായി മാറി എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടേതായ പ്ലാനും പദ്ധതിയൊക്കെ ദൈവം ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും വിധത്തിൽ തകർത്താൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി അതെടുത്ത് മുന്നോട്ട് പോകുവാൻ വേണ്ട ആ ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.